ഇന്ന് നല്ലൊരു നാടൻ ബീഫ് റോസ്റ്റാണ് ട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര ടേസ്റ്റാണ് ട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും പെരുന്നാളൊക്കെ ആയിട്ട് കിട്ടിയ ബീഫൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ട്ടോ. അപ്പോൾ ആദ്യം ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഞാൻ കുരുമുളക് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് വാർന്ന് കിട്ടാനായിട്ട് അത് ആദ്യം ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ബീഫ് കറിക്ക് എത്രയാണോ എരിവ് വേണ്ടത് അത്രയും ഞാൻ കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളകിലെ വെള്ളം മുഴുവൻ വാർന്ന ശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പട്ട, 2 ഏലക്ക, ഒരു 4 5 ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ചൂടെന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു സ്മെല്ല് വരും കേട്ടോ. ആ ടൈമിൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് അതൊന്ന് പൊടിച്ച് വെക്കണം കേട്ടോ ചൂടാറുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് വഴറ്റാനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി അത് മൂന്നും കൂടി ചതച്ച പേസ്റ്റും, ചെറിയുള്ളി അരിഞ്ഞതും, ഒരു സവോള അരിഞ്ഞതും, ഒരു തക്കാളി അരിഞ്ഞതും, കറിവേപ്പിലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനിത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് ചെറിയുള്ളിയും സവോളയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് വേഗം ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. നല്ലതുപോലെ അത് വാടി വരണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇനി അടുത്തത് തക്കാളി ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു തക്കാളിയാണ് ട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി നല്ലതുപോലെ കുറച്ച് നേരം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ദേ ഇതുപോലെ വാടി കിട്ടും കേട്ടോ. നല്ലോണം എണ്ണ തെളിഞ്ഞ് വരണം. എന്നിട്ട് നേരത്തെ ചതച്ചത് കാണിച്ചില്ലേ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി അത് മൂന്നും കൂടി ചതച്ചതാണ് കേട്ടോ. അതും കൂടി അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് പച്ചമണം പോകുന്ന വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചില്ലേ മസാല അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ പൊടികൾ ഇട്ടതും തന്നെ ഒന്ന് മിക്സ് ചെയ്തതും നമ്മൾ അടുത്ത് ചേർക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ തെളിയുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഞാൻ നേരത്തെ ഇന്നലെ ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫല്ല ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബിരിയാണിക്ക് ബീഫ് വേവിച്ച് വെച്ചുകൊണ്ട് തന്നെ ഇനി എനിക്കിത് വീണ്ടും കുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ കുക്കറിൽ ബീഫ് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ട് ഒരു ചെറിയൊരു പീസ് തക്കാളി ഇട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അതും കുറച്ചിട്ടിട്ട് അത് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ഈ മസാലയൊക്കെ നല്ലോണം പിടിച്ചോളും. ഇത് ഞാൻ എന്തായാലും വേവിച്ചു. ഇനി ഇത് വേകാനായിട്ടില്ല, നല്ലോണം വെന്ത് കഴിഞ്ഞുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാൻ അതുപോലെ വേവിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ നേരിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ, ഈ വേവിച്ചതല്ലാന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് ഇല്ലെങ്കിൽ റോസ്റ്റ് പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും ചെയ്ത് കൊടുക്കണ്ട. ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചൊരു ഇതുപോലെ റോസ്റ്റ് പോലെ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊറോട്ടയ്ക്കൊക്കെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പഴംപൊരീൻ്റെ കൂടെയാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ